ഹായ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻസ്പയറിംഗ് പേഴ്സൺ ഫ്രം മൈ ഓഫീസ്. ഇൻസ്പയറിംഗ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ പലരുടെയും എന്നെ അറിയാം, അല്ലെങ്കിൽ ഓഫീസിലുള്ളവർക്ക് പറയുന്ന അവരുടെ മൈൻഡിൽ വരുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരയക്കുന്ന ആ വ്യക്തികളൊന്നും ആരല്ല എൻ്റെ ഇൻസ്പയറിംഗ് പേഴ്സൺ. എനിക്ക് ആ പേര് പറയാൻ താല്പര്യമില്ല. പക്ഷേ വൺ ഓഫ് ദ പേഴ്സൺ ഹൂ എന്നെ ഏറ്റവും കൂടുതൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നെ പലപ്പോഴും ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പേഴ്സണാണ്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, യു ആർ നോട്ട് അപ് ടു ദ എബിലിറ്റി, ഷുഡ് ട്രൈ മോർ ആൻഡ് യു ഷുഡ്, ഇപ്പം എന്താണ് ചെയ്യണം അതിനേക്കാൾ ബെറ്ററായിട്ട് നീ ചെയ്യണമെന്ന് എന്നെ തോന്നിപ്പിക്കുന്ന ഒരു പേഴ്സണാണ് വൺ ഓഫ് ദ പേഴ്സൺ. ആ പേഴ്സൺ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ്, നമ്മളൊരു ആക്ട് ചെയ്യണം, നമ്മളൊരു എഫേർട്ട് കൊടുക്കണം, അതിന് നമുക്ക് എല്ലാ തരം പ്രിവിലേജ് കിട്ടണം, നമുക്ക് എല്ലാ തരത്തിലുള്ള റെക്കഗ്നീഷൻ കിട്ടണം, അതിന് വേണ്ട എന്തെല്ലാം റെമ്യൂണറേഷൻ ശരി എന്തെല്ലാം കിട്ടണം, അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കാര്യം ചെറിയൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് അല്ലേ. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യണം, അതിന് എനിക്ക് എല്ലാവിധ അംഗീകാരം കിട്ടണം, എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാൻ എഫേർട്ട് കൊടുക്കണം, എനിക്ക് അംഗീകാരം കിട്ടണം. എഫേർട്ട് ഇറ്റ്സ് എ സ്മാൾ തിങ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യണം, എന്ത് എഫേർട്ട് കൊടുക്കുമ്പോഴും അതിനുള്ള അംഗീകാരം എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയുക ഔട്ട്കം നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം സ്മാൾ തിങ് ആണ്. വെൻ ബിക്കം എ ഗ്രേറ്റ് തിങ്, ഒരു കാര്യം ഗ്രേറ്റ് തിങ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് you know you are never going to consider for that, you know you will never get any kind of better treatment for that, you know you will never get any appreciation for that, still you give your best for that എന്ന ലെവലിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പോലും ഇഫ് യു കാൻ ഡൂ ദാറ്റ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതൊരു ഗ്രേറ്റ് ആക്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ ഒരു പേഴ്സൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യണ ഒരു കാര്യങ്ങൾക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റോ ബെറ്റർ റെക്കഗ്നീഷൻ, ഈവൻ ഷീ നെവർ ഗോയിങ് ടു ഗെറ്റ് എ റെസ്പെക്ട് ഫോർ ദാറ്റ് ഡൂയിങ്. പക്ഷേ അപ്പോഴും അവർ അതിന് കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അതിന് കൊടുക്കുന്ന എഫേർട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ നിന്ന് പല ഫയലുകളൊക്കെ മാറിപ്പോവും. ഫയലുകളൊക്കെ മാറിപ്പോവും. ഫയലുകൾ മാറി ഇതൊക്കെ ഫയലിൽ മാറ്റി വയ്ക്കുന്നത് ഞാനടക്കമുള്ള പീപ്പിൾസ് ആയിരിക്കും. ചിലവിടെ മെജോറിറ്റി സിറ്റുവേഷനിൽ ഞാൻ ഫയലുകളെടുക്കും, മാറ്റി വയ്ക്കും, എവിടെയെങ്കിലുമൊക്കെ വെക്കും. അത് ആ ഫയൽ കാണാത്ത ഒരുപാട് ഇതാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തും ഷീ ഫൈൻഡ് ഷീ ഫൈൻഡ് ദാറ്റ്. എവിടെയെങ്കിലും കിടക്കണ്ട, അതെല്ലാം പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഷീസ് ഒരു നമ്മളിപ്പോൾ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള പേഴ്സൺ അല്ല, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയൊന്നും അല്ല. പക്ഷേ എവിടെന്നെങ്കിലൊക്കെ നമ്മൾക്ക് കൊണ്ടുപോയി കണ്ടുപിടിച്ച് അതായത് അതിനൊക്കെ ഈ ഫയലുകളൊക്കെ എങ്ങനെ ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യങ്ങളായാലും ഒരു ഫയലും ഡോക്യുമെൻ്റ് ആയാലും എങ്ങനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം, അതിന് ആ ചേച്ചി കൊടുക്കുന്ന എഫേർട്ടുകളുണ്ട്. അതായത് ഓരോ പ്ലാനുകൾ ചെയ്ത് അതിനനുസരിച്ച് എങ്ങനെ ചെയ്ത് തന്നെ ആ ഒരു ഫയല് പോവും, അല്ലെങ്കിൽ ഇത് കാണാതാവും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, അതിനെ ഓരോ പേപ്പറിലൊക്കെ എഴുതി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് എഫേർട്ട് ആ ചേച്ചി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ എഫേർട്ടുകൾക്ക് എവിടെയും ഒരു അംഗീകാരം ഉണ്ടാവില്ല, ഈ എഫേർട്ട് എവിടെയും ആരും ശ്രദ്ധിക്കപ്പെടില്ല. I know, but she still give the best of her to make sure that won't happen അല്ലേ. അത് ഈവൻ മെജോറിറ്റി സിറ്റുവേഷനിൽ മിസ്റ്റേക്ക് വരുത്തുന്നത് അതേഴ്സ് ആണെങ്കിൽ പോലും ഷീ ഗോയിങ് ടു ബി ഒരു നെഗറ്റീവ് കിട്ടുമായിരിക്കും. കാരണം ഒരാൾ വരുത്തുന്ന മിസ്റ്റേക്ക് കൊണ്ട് മാത്രം അവർക്ക് ഓവർലോഡ് വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഞാൻ ചില സിറ്റുവേഷനിലൊക്കെ ഞാൻ തന്നെ ഫയൽ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവയ്ക്കും, എന്നിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടാവും എവിടെ വെച്ചു എന്നുള്ളതൊക്കെ. എന്നിട്ട് ഐ ഹാവ് ടു ഫൈൻഡ്. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ആ വ്യക്തിക്ക് ചിലപ്പോൾ ഡബിൾ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ ആ ഒരു ഓട്ടത്തിന് ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു റെക്കഗ്നീഷൻ കിട്ടില്ല, ഒരു അക്സെപ്റ്റൻസ് കിട്ടില്ല, ഒരു അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടാവില്ല. മെജോറിറ്റി സിറ്റുവേഷനിലും ചേച്ചി ഫീൽ ചെയ്ത് പറയാറുണ്ട്, ഞാൻ വരാതിരിക്കുന്ന സമയത്ത് ആൾക്കാർ ഞാൻ വന്നില്ല എന്നല്ല ചോദിക്കാറ്, ചായ ഇല്ലല്ലോ എന്ന രീതിയിലാണ്. ചേച്ചിയാണ് നമുക്ക് ചായ വെച്ച് തരാറുള്ളത്. അപ്പോൾ ചായ ഇല്ലല്ലോ എന്ന രീതി അത് ചേച്ചി ഫീൽ ചെയ്തിട്ടും പറയാറുണ്ട്. പക്ഷേ ഷീ ഈസ് വൺ ഓഫ് ദ പേഴ്സൺ ഹൂ ഇൻസ്പയർ. ഞാനൊക്കെ ചേച്ചി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ കാണുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു സിനിമയിൽ വടിവേല് പറഞ്ഞ പോലെ ഇങ്ങനെ ചോദിക്കും, നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്, നിനക്കൊക്കെ വല്ല ഉളുപ്പുണ്ടോ, യു ആർ ഗെറ്റിംഗ് എവറിത്തിങ് ഫോർ ദാറ്റ്, യു ഗെറ്റിംഗ് എ റെക്കഗ്നീഷൻ, സ്റ്റിൽ യു ആർ ബിക്കമിങ് എ ലേസി പേഴ്സൺ. നമുക്ക് ഒരു ഇതിനുള്ള ഇത് കിട്ടുന്നു, സ്റ്റിൽ യു ആർ എ ലേസി പേഴ്സൺ. ഹൗ യു ക്യാൻ ബി എ ലേസി പേഴ്സൺ, ബിക്കോസ് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുന്നുള്ള ലെവലിലേക്ക് പോകും. അപ്പോൾ ഹൗ യു ആർ ഏബിൾ ടു ബി ഒരു പേഴ്സൺ, അതായത് ദാറ്റ് പേഴ്സൺ ഹാവ് ദ എബിലിറ്റി, ഈവൻ നോബഡി ഗോയിങ് ടു കൺസേൺ ഇറ്റ്, നോബഡി ഗോയിങ് ടു അക്സെപ്റ്റ് ഇറ്റ്, നോബഡി ഗോയിങ് ടു അപ്രീഷിയേറ്റ് ഇറ്റ്, ദാറ്റ് പേഴ്സൺ ഹാവ് ദാറ്റ് എന്താ പറയുക, അത് ചെയ്യണം എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നിനക്കതില്ലല്ലോ എന്ന രീതിയിൽ ഞാൻ എന്നെ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ടു പഠിക്കുക എന്ന രീതിയിൽ ഞാൻ എന്നോട് തന്നെ പറയും. ദാറ്റ് പേഴ്സൺ ഹു ആൾവേസ് ഇൻസ്പയർ മീ ടു ഡു ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഔട്ട്കത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടാതെ തന്നെ നമ്മൾ ഏറ്റവും മികച്ചതായി ചെയ്യാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ മറ്റുള്ളവർ അത് കാണാതിരിക്കാം, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാം, നമ്മൾ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാതിരിക്കാം. ബട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ യു ഹാവ് ടു പുട്ട് എ മോസ്റ്റ് എഫേർട്ട് എന്ന രീതിയിൽ എന്നെ തോന്നിപ്പിക്കുന്ന ഒരു പേഴ്സണാണ്.
ദാറ്റ് പേഴ്സൺ ഹൂ എപ്പോഴും ഞാനത് ബെറ്ററായി ട്രൈ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഐ ആൾവേസ് ഷീ ആൾവേസ് എഹെഡ് ഓഫ് മീ. നമ്മളെപ്പോഴും ഒരു വ്യക്തിയെ അംഗീകരിക്കുക പറഞ്ഞാൽ ആ വ്യക്തി ഏത് ടൈറ്റിൽ ഹോൾഡ് ചെയ്യണമെന്നുള്ള ബേസിലാണ്. ഓക്കെ, ഇയാൾ വലിയ ഇതാണ്. ഓക്കെ, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ, വലിയ ആൾ, ഇയാൾ ഇങ്ങനെ ഒരു ഓർഡർ വെച്ചിട്ടാണ്. ഞാൻ എപ്പോഴും ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി അയാൾക്ക് കൊടുത്തിട്ട് ഉത്തരവാദിത്തത്തിനോട് അയാൾ കൊടുക്കുന്ന അപ്രോച്ച് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ നോട്ട്സ് എ ബിഗ് തിങ്. ഒരു അയാൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ജോബിനോടുള്ള അയാളുടെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്, അയാൾ ഹൗ മച്ച് ദേ ആർ പുട്ടിങ് എഫേർട്ട്, ഇതാണ് ഉദ്ദേശം. എന്നെ സംബന്ധിച്ച് ഷീ ഈസ് ബെറ്റർ ദാൻ മീ എന്നൊരു രീതിയിലാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. ബിക്കോസ് ഒരു പക്ഷേ ആ വ്യക്തി കൊടുക്കുന്ന അത്രയും എഫേർട്ട് ഞാൻ കൊടുക്കണ്ടാവില്ല, എന്നാൽ അത്രയും കമ്മിറ്റ്മെൻറ്റോടെയും അത്രയും ഇതോടെ ഞാൻ ചെയ്യുന്നതാവില്ല. എന്നെ സംബന്ധിച്ച് ഷീ എഹെഡ് ഓഫ് മീ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ഇൻസ്പയർഡ് ആണ് ആ ഒരു കാര്യത്തിൽ. കാരണം യു ഷുഡ് ഡു ബെറ്റർ ദാൻ, ഇപ്പോൾ എന്താണ് ചെയ്യണം അതിനേക്കാൾ ബെറ്ററായി നീ ചെയ്യണമെന്ന് എന്നോട് പലപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യണ ഒരു പേഴ്സണും കൂടിയാണ് ആ പേഴ്സൺ.